ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മോന് നേരത്തെ പോകണമായിരുന്നു. ഒരു 6:45 മോൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചോറൊന്ന് കൊടുത്തു വിടണ്ടായിരുന്നു. ഞാൻ പിന്നെ കാപ്പിക്ക് ഉണ്ടാക്കിയത് ഇലയുടെയാണ്. കുമ്പിളപ്പം എന്നൊക്കെ പറയത്തില്ലേ, ഇലയുടെയെന്ന് പറയും, കുമ്പിളപ്പം എന്നൊക്കെ പറയുന്ന അത് തന്നെ. അപ്പോൾ ഗോതമ്പ് പൊടി, ശർക്കരയും തേങ്ങയും ഏലക്കായും ജീരകവും ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കുഴച്ച് ഇലയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഇലയുടെ. അപ്പം ഞങ്ങൾ കഴിക്കാൻ അതാണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ മോൾക്ക് ഇലയുടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു പുട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു മോൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് മോൻ നേരത്തെ പോയത് കൊണ്ട് മോളിന്ന് അപ്പുറത്തെ ചേട്ടൻ്റെ ഓട്ടോയിലാണ് കേട്ടോ പോയത്, ജംഗ്ഷൻ വരെ. എന്നിട്ട് ബസ്സിന് പോകും. പിന്നെ ഞാൻ വന്നിട്ട് അരി അടപ്പത്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അതൊന്ന് വെന്തോന്ന് നോക്കിയണേ. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അരി അടച്ചിടണം. പിന്നെ നമുക്കിന്ന് കറി വയ്ക്കാനായിട്ടാണെങ്കിൽ മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് വാങ്ങാം. രാവിലെ പോയതൊന്നും വലിയ സുഖമില്ലായിരുന്നു. നോക്കിയായിരുന്നു, നല്ല മീൻ, നല്ല പച്ച മീനൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ പച്ചയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പച്ചയ്ക്കും തക്കാളിയും കൂടെ ഒരു കറി ഉണ്ടാക്കാൻ പോയണേ. ഞാനിത് മുമ്പൊക്കെ പലപ്പോഴും ഉണ്ടാക്കാറുള്ളൊരു കറിയാണ് കേട്ടോ. മീൻകറി ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. പച്ചയ്ക്ക് അരിഞ്ഞിട്ട് തക്കാളിയും കൂടെ എടുത്ത് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വേവിക്കും. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് പിന്നെ അരയ്ക്കാൻ എടുക്കാനാണെങ്കിൽ തേങ്ങയുടെ കൂടെ മഞ്ഞൾപ്പൊടിയും എരിവിന് നമ്മൾ പച്ചമുളക് ചേർക്കുമെങ്കിലും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാറുണ്ട്. എന്നിട്ട് പെരിഞ്ചീരകവും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കും. ഒരു കഷ്ണം ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില. അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് അരച്ചെടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അനുക്കുട്ടി അടുക്കളയിലുണ്ടായി. അനുക്കുട്ടിയായിട്ടാണ് ഞാൻ ഈ പുരാണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുക്കുട്ടി ഇവിടെ പടവളങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പടവളങ്ങ തോരൻ വയ്ക്കാൻ പോയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് പച്ചക്കറി വാങ്ങിച്ചു കൂട്ടത്തി ഒരു പടവളങ്ങ എടുത്തിട്ടുണ്ടായിരുന്നേ, പടവളങ്ങ തോരൻ വയ്ക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട് ആൾ കേട്ടോ. അപ്പോൾ ഞാൻ ആ തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് ഇനി കഷ്ണം അടുപ്പത്ത് വയ്ക്കാൻ പോയണേ. പച്ചയ്ക്ക് നമുക്ക് പല രീതിയിൽ കറി വയ്ക്കാൻ പറ്റും. ഇപ്പം മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മീൻകറി പോലെയും വയ്ക്കാം. മീൻകറിക്ക് അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുത്തിട്ട് നമുക്ക് പച്ചയ്ക്ക് മീൻകറി വയ്ക്കാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പം ഞാൻ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരിഞ്ചീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടാണ് അരച്ചുകൂട്ട് കറി പോലെ എടുക്കണേ. അപ്പോൾ ഇതേ പച്ചമുളകിൻ്റെ നീളം കണ്ട നല്ല നീളമുള്ള പച്ചമുളകാണ്. അത് ഞാൻ അനുക്കുട്ടീനെ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ അതും കൂടെ നല്ല എരിവുണ്ട്. പച്ചമുളകിന് കാണുന്ന പോലെയല്ല, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പം ഞാൻ ആ കഷ്ണങ്ങളെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പച്ചയ്ക്കാണ് അടുപ്പത്ത് വെച്ചത്. തക്കാളിക്ക് അധികം വേവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് അടുപ്പത്ത് വെച്ചു. പിന്നെ ഒരു ചെറിയൊരു തിള വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളും കൂടെ ഇടാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അനിക്കുട്ടി ഇവിടെ പടവളങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം. എല്ലാവരുടെ വീടുകളിലും ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത് പനിക്കൂർക്കയാണേ. ഇത് നമ്മൾ ഇതുപോലെ അടുക്കളയിൽ ഇങ്ങനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൗളിലാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുന്നത്. വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ പല്ലിയുടെ ശല്യം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പല്ലി ശല്യം കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിയുടെ ശല്യം ഉണ്ടാകും. ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പല്ലി ഓടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ആ കറിക്കുള്ള തേങ്ങയൊന്ന് ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് എൻ്റെ വീഡിയോ ക്ലിയർ അല്ലെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് കേട്ടോ. മാത്രമല്ല വെയിലടിച്ചിട്ടാണ്. വടക്കേ ഭാഗത്ത് ജനലുണ്ട്. ജനലിൽ നിന്നുള്ള വെട്ടം അടിച്ചപ്പോഴത്തേക്കാണ് വീഡിയോയ്ക്കൊരു ക്ലിയർ ഇല്ലാതെ പോയത് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണേ. ഫോണിൻ്റെ ക്യാമറയ്ക്കെന്ന് വെച്ചാൽ ക്ലാരിറ്റി തീരെ കുറവാണ്. ഫ്രണ്ട് ക്യാമറയും ഞാൻ വെക്കാറുണ്ട്, ബാക്കിലും ഞാൻ ക്യാമറ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ രണ്ടും വലിയ സുഖം തോന്നാറില്ല. മിക്കപ്പോഴും ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുമ്പം മക്കളുടെ ഫോൺ ഫ്രീ ആണെങ്കിൽ മാത്രം ഞാനതെടുത്ത് വീഡിയോ എടുക്കാറുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഇതൊക്കെ എൻ്റെ ഫോൺ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പലപ്പോഴായിട്ട് വിചാരിക്കുന്നതാണ് ഒരെണ്ണം വാങ്ങണമെന്ന്. ഓരോ കാര്യങ്ങളായിട്ട് അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ പാചകത്തിലോട്ട് പോകാം. അപ്പം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി അങ്ങനെ കറി റെഡിയാക്കി ഇറക്കി വെച്ചു. ഇനി നമുക്ക് കടുക് താളിക്കാനുണ്ട്. കടുക് താളിച്ച് കറിയിൽ ഒഴിച്ച് കൊടുക്കണം, എന്നാലേ ഒരു ടേസ്റ്റ് വരുവുള്ളൂ. നല്ലൊരു ടേസ്റ്റ് അല്ലേ. വറ പൊട്ടിച്ചൊഴിക്കുന്ന ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പടവളങ്ങ തോരൻ വയ്ക്കാനുള്ളതും കൂടെ അടുപ്പത്ത് ചട്ടിയിൽ വറ വെച്ചിട്ട് പടവളങ്ങ ഉള്ളിയും കൂടെ
വറയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വന്നിട്ട് നമുക്കതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ അരപ്പെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി വയ്ക്കാനുള്ളതും കറിയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ആ വറയെന്ന് അതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാനും കല്ലേ കഴുകേണ്ട തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിക്കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മെഷീനിൽ കഴുകിയതും ഇരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജോലികളൊക്കെ ഇതിനിടയിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പടവലങ്ങ തോരനും റെഡി ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഉള്ളി തീയിൽ വെക്കാൻ വേണേ. സമയം കുറവാണ് എങ്കിലും തേങ്ങ വറുത്തരയ്ക്കണമെന്നില്ല. അപ്പോൾ അനുക്കുട്ടിക്ക് പെട്ടെന്നൊരു ആഗ്രഹം ഉള്ളി തീയിൽ കൂട്ടി ചോറ് കഴിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് തേങ്ങ വറുത്തരയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ വറുത്തരയ്ക്കേണ്ട, ഉള്ളി വറയിലിട്ട് നമ്മൾ പുളിയൊക്കെ ചേർത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയൊക്കെ വെക്കാറില്ലേ, പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മൾ വെക്കുന്നൊരു ഉള്ളി തീയൽ. അപ്പോൾ അങ്ങനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അനുക്കുട്ടി ഇവിടെ ഉള്ളിയൊക്കെ നല്ലപോലെ എല്ലാം പൊളിച്ച് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി അതൊന്ന് വറയിലിട്ടിട്ട് ഉള്ളിത്തേൽ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. ഈ പ്രഗ്നൻസി ടൈം ആകുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഓരോ കറികൾ കൂട്ടാനുള്ള ആഗ്രഹം പെട്ടെന്നുണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വെച്ച കറികൾ രണ്ടും അനുക്കുട്ടിക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ പച്ചക്കായും തക്കാളിയും അരച്ചുകൂട്ട് കറി ഞാൻ ഉണ്ടാക്കിയെടുത്തത്. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി ചോറ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ പടവലങ്ങ തോരനാണിത്. അപ്പോൾ ഉള്ളി നന്നായിട്ട് അരിഞ്ഞൊക്കെ വെച്ചിരിക്കുകയാണേ. അപ്പോൾ ഇനി അതൊന്ന് വറയിലിട്ട് എടുത്താൽ മതി. എല്ലാം അരിഞ്ഞ് പച്ചമുളകും ഉള്ളി എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചട്ടിയിലേക്ക് വറ വെച്ചിട്ട് ഉള്ളി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ ഉള്ളി ഒന്ന് വഴന്ന് വരേണ്ട ആ ടൈമിൽ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി ഇട്ടിട്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പെരിഞ്ജീരകം നമ്മൾ ഇപ്പോൾ തേങ്ങ വറുത്തരയ്ക്കുകയാണെങ്കിൽ പെരിഞ്ജീരകം ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടി അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിത്തീയിലും റെഡിയാക്കി എടുത്ത് കേട്ടോ. സമയക്കുറവായതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ചോറ് കഴിക്കാനുള്ള കറികളെല്ലാം ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉള്ളിത്തീയിൽ കൂട്ടണമെന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് വെക്കുന്ന ഒരു ഉള്ളിത്തീയിലാണിത്. അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ എടുത്ത് വെച്ച് ഇത് നമ്മുടെ പച്ചക്ക കറി വെച്ചതാണ്. പിന്നെ ഉള്ളിത്തീയൽ, പിന്നെ പടവലങ്ങ തോരനും, പിന്നെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് പെട്ടെന്നൊരു അച്ചാറും ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നേ. അനുക്കുട്ടിക്ക് മാങ്ങ അച്ചാർ കൂട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ചാറും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് പേറ്റാനുണ്ടായിരുന്നേ. ഞാൻ വെയിലത്ത് കൊണ്ടുവന്ന് ഇട്ടതായിരുന്നേ. ഇത് കഴുകുന്നതിന് മുന്നേ വെയിലത്തൊന്ന് ഇട്ടതാണ്. കാര്യം വെച്ചാൽ കുറച്ച് ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉറുമ്പൊക്കെ ഒന്ന് നിരച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെയിലത്ത് കൊണ്ടിട്ടതാണ്. അപ്പോൾ ഞാൻ കരുതി എങ്കിലിനി ഇതൊന്ന് പേറ്റിയും കൂടെ എടുത്തേക്കാം. പേറ്റിട്ട് ഈ ഗോതമ്പിന് ഒരു ചെറിയ കായൊക്കെ ഉണ്ടാവില്ല, കായൊക്കെ ഇഷ്ടം പോലെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പെറുക്കി പേറ്റിയൊക്കെ എടുക്കണേ. അപ്പോൾ ഇനി അത് അടുത്ത ദിവസം ഈ വെയിലുണ്ടെങ്കിൽ ഇതൊന്ന് കഴുകി ഉണക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ പൊടി ഇരിപ്പുണ്ട്, നേരത്തെ പൊടിപ്പിച്ച പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായ ഇട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഈ ചേർത്തല പോയപ്പോൾ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിയതുണ്ടായിരുന്നു. നല്ല മധുരമുള്ള മധുരക്കിഴങ്ങായിരുന്നു കേട്ടോ. ചില മധുരക്കിഴങ്ങിന് മധുരം ഉണ്ടാകത്തില്ല, പക്ഷേ ഇത് നല്ല മധുരമായിരുന്നേ. അങ്ങനെ അത് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കളറ് കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നേ. നല്ല മധുരമെന്ന് വെച്ചാൽ നല്ല മധുരമായിരുന്നു. അപ്പോൾ അത് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് അച്ഛനും മോനും കൂടെ പുറത്ത് പോയപ്പോഴത്തേക്ക് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് മീനില്ലായിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരമാണ് മീൻ വാങ്ങിയത്. മാത്രമല്ല പിറ്റേ ദിവസം മോന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ കക്കയിറച്ചിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കക്കയിറച്ചി നമ്മൾ ഇന്നിപ്പം രാത്രിയിലത്തേക്ക് എടുക്കുന്നില്ല, അതൊന്ന് വേവിച്ച് ഒന്ന് വെക്കുകയാണ് കേട്ടോ. രാവിലെ ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ക്ലീനാക്കിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ച് വേവിച്ച് വെച്ചതാണ്. പിന്നെ മീൻ കറി എന്ന് വെച്ചാൽ ഞാൻ മുളക് കറിയാണ് വയ്ക്കുന്നത്. കുടംപുളിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മൂപ്പിച്ചിട്ട് മുളക് കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് പുളിയും ഉപ്പുമൊക്കെ ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ മക്കൾക്കിത് ഫ്രൈ ചെയ്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ 4 പീസ് ഒരു 3-4 എടുത്ത് മസാല പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറിനുള്ള കറികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.